സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വചന പുലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ഇന്നത്തെ പ്രഭാതത്തിലായിരിക്കുന്നുവെന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഒരു ബൈബിൾ നമ്മുടെ ജീവിതവുമായിട്ട് എത്രയോ അധികമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളെല്ലാം ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനൊരു കുഞ്ഞു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. ഭവനം പണിയുന്ന സമയത്ത് അധികമായിട്ട് പണം ചെലവഴിക്കേണ്ട എന്നോർത്തുകൊണ്ട് ഞാൻ ഭവനത്തിൻ്റെ മുകളിൽ വാർക്കയുടെ മുകളിൽ പാരപ്പറ്റ് അത് പൂർണ്ണമായിട്ട് കെട്ടാതെ അല്പം അടൂര് വരി കട്ട മാത്രം വെച്ച് കെട്ടാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനേന്ദ്രത്തിലെ സഹോദര വൈദ്യരൊക്കെ പറഞ്ഞു അത് മുകളിലോട്ട് പണിയുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടു. ഇത് പണിയണമോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ഓൺലൈൻ മീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബൈബിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 8-ാം തിരുവചനം ദൈവം എനിക്ക് തന്നു. ആ വചനപ്രകാരമാണ്: നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചീന്തിയ കുറ്റം നിൻ്റെ ഭവനത്തിൻ്റെ മേൽ പതിച്ചേക്കാം. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് പുരയ്ക്ക് മുകളിൽ അരമതിൽ കെട്ടണം, പാരപ്പറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറയും പാരപ്പറ്റ് നീ കെട്ടിയിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ വളരെ അതിശയപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ മനസ്സിൽ വളരെ നിസ്സാരമെന്ന് കരുതിയ ഒരു കാര്യത്തിൻ്റെ ഉത്തരം അത് വചനത്തിലൂടെ ദൈവം എനിക്ക് തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ ശക്തനായ ദൈവം വചനമായിട്ട് ബൈബിളിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വചനം നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മുടെ മനസ്സിടറുമ്പോൾ, നമ്മുടെ ദുഃഖഭാരങ്ങളിൽ, നമ്മുടെ സന്തോഷങ്ങളിലെല്ലാം നമ്മളുമായിട്ട് സംസാരിക്കുന്നൊരു ദൈവം ഈ വചനമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് നമുക്ക് ബോധ്യമാക്കി തരുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങൾ ശക്തീകരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.